ഇന്നത്തെ ചിന്തയ്ക്ക് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് സെലിബ്രേറ്റിംഗ് പാസ് ഓവർ, പെസഹ ആചരണം. നമുക്ക് ഇന്ന് കർത്തൃമേശയുണ്ട്. നമ്മളെല്ലാവരും ഒരു ഒരുക്കത്തോടെ ആയിരിക്കുന്ന അതേസമയം തന്നെ ഒന്നുകൂടെ നമ്മുടെ പഴയ പെസഹ കൂടെ ഒന്ന് ഓർത്ത് കർത്താവിനെ അധികമായിട്ട് ഒന്ന് ധ്യാനിപ്പാൻ ഈ സമയം മാറ്റിവെക്കുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. ചിന്തയ്ക്ക് ആധാരമായിട്ട് 1 കൊറിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. വായിച്ചാട്ടെ. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയും ആയ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിമാവ് കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം, ക്രൈസ്റ്റ് അവർ പാസ് ഓവർ ലാംപ് ഹാസ് ബീൻ ക്രൂസിഫൈഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ക്രിസ്തു അവൻ നമുക്ക് വേണ്ടി അവൻ യാഗമായി പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പറയുകയാണ്, പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. നമ്മൾ ഉത്സവം ആചരിക്കേണ്ടുന്നവരാണ്. സെലിബ്രേറ്റ് ദ പാസ് ഓവർ. ഹല്ലേലൂയ. കാരണം നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട്, പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ഹോളി കമ്മ്യൂണിയൻ അത് നമ്മൾ ഇന്ന് പങ്കെടുക്കുന്ന സമയം, നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് ഏകദേശം 3500 വർഷങ്ങൾക്ക് പിറകെ സംഭവിച്ച ഒരു സംഭവമാണ്. നമ്മൾ അതുകൂടെ വിലയിരുത്തിയിട്ട് വേണം നമ്മൾ ഈ കർത്തൃമേശയിൽ പങ്കെടുക്കുവാനായിട്ട്. സ്തോത്രം. എന്താണ് സംഭവിച്ചത്? 3500 വർഷങ്ങൾക്ക് മുന്നമേ നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അത് യഹോവയുടെ പെസഹ ആകുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്ത് കൂടി കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നുപോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ അത് ആചരിക്കണം. സ്തോത്രം. അന്ന് യഹോവ തൻ്റെ ജനത്തോട് പറഞ്ഞ ആ നിയമമാണ്, ആ ഉടമ്പടിയാണ് ഇന്നത്തെയും ഈ കർത്തൃമേശ സെലിബ്രേഷൻ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യ നിയമമായും നിങ്ങൾ അത് ആചരിക്കണം. അപ്രകാരം ദൈവം കൊടുത്ത ഒരു നിയമമാണ്. സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. 400 വർഷത്തെ അടിമത്തിന് ശേഷം അവർ ഈജിപ്തിൽ നിന്ന് മോചിക്കപ്പെടുന്നതായുള്ള ആ സംഭവമാണ്. അവിടെ ആ പെസഹ കുഞ്ഞാട് അവിടെ അറുക്കപ്പെട്ടു. അവിടെ എങ്ങനെ തിടുക്കത്തോടു കൂടെ അവിടുന്ന് പുറപ്പെടാനുള്ള ആ വ്യഗ്രതയോടുകൂടെ അത് കഴിക്കണം എന്ന് പറയുന്നു. ആദ്യം പറഞ്ഞത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്? അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. നിങ്ങളുടെ ഡെലിവറൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാണ് 400 വർഷത്തെ അടിമത്തത്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെടുകയാണ്, അവർ മോചിക്കപ്പെടുകയാണ്. വളരെ തിടുക്കത്തോടെ വേണം ഈ പെസഹ ആചരിക്കുവാനായിട്ട്. കാരണം യു ആർ ഗെറ്റിംഗ് ഡെലിവേർഡ്. അവർ അവിടെ നിന്നും അടിമത്വത്തിൽ നിന്നും അവർ സ്വതന്ത്രരായിത്തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് അതിനെ കാണിക്കുകയാണ്. ആ ഈജിപ്തിൽ നിന്നും അവർ മോചിക്കപ്പെടുന്നതിൻ്റെ അവസ്ഥയെ കാണിക്കുകയാണ് ആ വാക്കിലെ അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ ഇത് തിന്നണം. അന്ന് പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. വളരെ വ്യഗ്രതയോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കഴിക്കണം. മാത്രവുമല്ല, അവിടെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ മാത്രവുമല്ല അവിടെ കാണിക്കുന്നത്, മറ്റൊന്നുകൂടെയുണ്ട്. എന്താണ്? മരണത്തിൽ നിന്നുള്ള വിടുതൽ കൂടെ അവർക്ക് കാണിക്കുന്നു, അല്ലേ? ആ കുഞ്ഞാടിനെ അവർ അറുത്ത് പെസഹ ആചരിച്ച് അവർ മാംസം തിടുക്കത്തോടെ കഴിക്കുന്നു. എന്നാൽ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ അവർ ചെയ്യുന്നുണ്ട്. എന്താണ്? രക്തമെടുത്ത്
കട്ടിള വാതിൽക്കൽ അവർ അത് പുരട്ടണമായിരുന്നു. കാരണം എന്താണ്? അവിടെ പറഞ്ഞിരിക്കുന്നു, ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടി കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവ ആകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. അവിടെ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ 10ാമത്തെ ബാധയാണ്. എന്താണത്? ആദ്യജാതന്മാരെല്ലാം മരിച്ചു വീഴും. മൃഗങ്ങളിലും മനുഷ്യരിലും ആദ്യജന്മാരെല്ലാം മരിച്ചു വീഴും. എന്നാൽ ഈ രക്തം ഉള്ള ഭവനങ്ങളിൽ അവൻ കയറത്തില്ല, സംഹാരദൂതൻ കയറത്തില്ല, കടന്നു പോകുമെന്ന് പറയുക. ഇതുകൊണ്ട് ഈ പെസഹ എന്ന് പറയുന്നത് 2 കാര്യം. ഒന്ന്, 400 വർഷത്തെ അടിമത്വത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നതാണ്. രണ്ടാമത്, നിങ്ങളെ മരണത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നതാണ്. ഇത് രണ്ടും കാണിക്കുന്നതായ ഈ പെസഹ നിങ്ങൾ എന്തോ ചെയ്യണം? അതൊരു ഉത്സവമായി നിങ്ങൾ ആചരിക്കണം എന്ന് അവിടെ പറയുകയാണ്. സ്തോത്രം. അത് ഒരു നിയമമായിട്ട് അവർക്ക് കൊടുത്തു. കാരണം അത് ആദ്യജാതന്മാരുടെ സംഹാരമാണ്. അതിനെ ഓർക്കുവാൻ തക്കവണ്ണം പിന്നീട് ദൈവം എന്തു ചെയ്തു? അവർക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ നിങ്ങളുടെ ആദ്യജാതന്മാരെ എനിക്ക് വേണ്ടി സമർപ്പിക്കണം. അങ്ങനെ നിങ്ങൾ ഇത് എന്നും എന്നും തലമുറയായിട്ട് നിങ്ങൾ ഇത് ഓർത്തുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി അവനത് കൊടുത്തത്. സ്തോത്രം. അന്ന് 3500 വർഷങ്ങൾക്ക് മുന്നമേ ആ യാഗമായ ആ ആട്ടിൻകുട്ടി അല്ല, ഓരോ വീടുകൾക്ക് ആളുകൾക്ക് എണ്ണത്തിനൊത്തവണ്ണം എടുത്താടും. എന്നാൽ ഒരു 1500 വർഷം കഴിഞ്ഞപ്പോൾ, 2000 വർഷങ്ങൾക്ക് മുന്നമേ ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു യാഗമായി തീർന്നു. ആ ആട്ടിൻകുട്ടിയായിട്ട് അവൻ കടന്നു വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണ് പെസഹ മാറി നമുക്ക് കർത്തൃമേശ നമുക്ക് കിട്ടുന്നത്. സ്തോത്രം. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ആ ദിവസം തന്നെ ആകണം അവൻ യാഗമാകേണ്ടത്. അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമാകുന്നത് മരണത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും വിടുവിക്കപ്പെടേണ്ടുന്ന നമ്മെ ഓരോരുത്തരെയും കരുതിയാണ് 3500 വർഷങ്ങൾക്ക് മുന്നമേ ഈ പെസഹ അത് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ നാം ഇന്ന് എത്രയും ഗൗരവത്തോടെയാണ് അതിൽ പങ്കെടുക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, ഇന്നത്തെ ആ പെസഹ കുഞ്ഞാട്, അന്ന് പല ഭവനങ്ങളിൽ പല കുഞ്ഞാടുകൾ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് 2000 വർഷങ്ങൾക്ക് മുന്നമേ ഒരു കുഞ്ഞാട്, അത് ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഹല്ലേലൂയ, എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ യാഗമായി തീർന്നു. സ്തോത്രം. എന്തിനു വേണ്ടി? നമ്മെ, ഹല്ലേലൂയ, വിടുവിക്കുവാൻ വേണ്ടി. സ്തോത്രം. അടിമത്തത്തിൽ നിന്നും മരണത്തിൽ നിന്നും. എന്താണ് അടിമത്വം? പാപത്തിൻ്റെ അടിമത്വത്തിൽ ഇന്ന് ജനം മുഴുവനുമായിരിക്കുന്നു. ഹല്ലേലൂയ. ഈ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനായിട്ട്, അതുപോലെ തന്നെ മരണത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനായിട്ട് അവൻ ഒരു ആട്ടിൻകുട്ടി, അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. സ്തോത്രം. നമ്മൾ വളരെ തിടുക്കത്തോടെ ആയിരിക്കണം. അരകെട്ടി ചെരുപ്പ് ധരിച്ച് വളരെ തിടുക്കത്തോടെ ആയിരിക്കണം. നമ്മുടെ ഡെലിവറൻസിൻ്റെ അല്ലെങ്കിൽ വിടുതലിൻ്റെ ആ സ്തോത്രം, ഹല്ലേലൂയ, തുടക്കമാണ് എന്ന് കാണിക്കുവാനാണ് അന്ന് അങ്ങനെ ചെയ്തത്. ഇന്ന് നമ്മൾ അതിൻ്റെ ഓൾമോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി അല്പനാളുകൾക്കുള്ളിൽ വരുവാനുള്ളവൻ വരും. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഞാനും നിങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുക. എന്നാൽ അതുവരെയും നമ്മൾ ആഘോഷിക്കേണ്ട ഒന്നാണ് ഈ പെസഹ. അത് തിടുക്കത്തോടെ ആയിരിക്കണം, അത് ഗൗരവത്തോടെ ആയിരിക്കണം, അത് ചട്ടപ്രകാരമായിരിക്കണം. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പാടി, തൻ ജീവൻ നൽകിയതാൽ അല്ലേ ഞാൻ അവൻ്റേതായി തീർന്നു, പിന്മാറിപ്പോകാൻ ഒരിക്കലും ഇടവരല്ലേ. ആ ഒരു ആഴമേറിയ ബന്ധം ഞാനും നിങ്ങളും, ഹല്ലേലൂയ, ദൈവമായിട്ട് ഇന്നുണ്ടായിരിക്കട്ടെ. ഒന്ന് പുതുക്കുവാൻ ഇതൊരു, ഹല്ലേലൂയ, അനുഭവമായി തീരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 53-ാമത്തെ വാക്യം നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. ഏതാണ്? 3500 വർഷങ്ങൾക്ക് മുന്നമേ അവർ തിടുക്കത്തോടെ അവർ കയ്പുചീരയും കൂട്ടി ആ അൺലിവൻ ബ്രെഡ്, പുളിപ്പില്ലാത്ത അപ്പം, അവർ, ഹല്ലേലൂയ, ആ മാംസവും കൂടെ കഴിച്ചത് നമുക്ക് നല്ല ഓർമ്മയുണ്ടാകണം. അതിനുശേഷം ഇവിടെ യേശു പറയുകയാണ്, 1500 വർഷങ്ങൾക്ക് ശേഷം താൻ യാഗമാകാൻ പോവുകയാണ്. അതിന് മുന്നമേയായിട്ട് യേശു സംസാരിച്ച ചില വാക്കുകളാണ് ഇവിടെ വായിക്കുന്നത്. വായിച്ചാട്ടെ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 53-ാമത്തെ വാക്യം. യേശു അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു,
നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. ഈ മാംസം കഴിക്കാതെയും ഈ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഇല്ല. അന്ന് അവർ അവിടെ നിന്ന് ആ തിടുക്കത്തോടെ അത് കഴിച്ച് പുറപ്പെട്ടില്ല എങ്കിൽ അവർ മരിച്ചു വീഴും, അല്ലെങ്കിൽ അവർ അടിമത്വത്തിൽ തന്നെ ആയിരിക്കും. അതുപോലെ ആ രക്തം അവർ ആ കട്ടളയ്ക്കൽ പുരട്ടിയില്ല എങ്കിൽ സംഹാരദൂതൻ ആ വീടുകളിൽ വരും, ആദിജാതൻ മരിച്ചു വീഴുവാൻ ഇടയായി തീരും. ഇത് നിസ്സാര കാര്യമല്ല, സംഭവിച്ചു കൊണ്ടിരുന്ന അനുഭവങ്ങളാണ്. സ്തോത്രം. അതുപോലെയുള്ള മരണത്തിലൂടെയാ, അതുപോലെയുള്ള അടിമത്തത്തിലൂടെയാ ഞാനും നിങ്ങളും കടന്നുപോയിരുന്നത്. എന്നാൽ അതുകൊണ്ടാണ് യേശു ഇവിടെ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ മാംസം കഴിക്കാതെയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യാതെയും ഇരുന്നാൽ നിങ്ങൾ മരിക്കും. അതിൻ്റെ തന്നെ 57-ാമത്തെ വാക്യം. എങ്ങനെയാണ് നാം ജീവിക്കുന്നത്? ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ. ഞാൻ എൻ്റെ പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ, പിതാവ് മൂലം യേശു ജീവിച്ചത് എങ്ങനെയാണ്, അതുപോലെ എന്നെ കഴിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ, ഹല്ലേലൂയ, എന്തെങ്കിലും രാവിലെ 3 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ജീവിതം നിലനിർത്തുന്നതല്ല ഇത് കേട്ടോ. യേശു എങ്ങനെയാണോ പിതാവിനാൽ ജീവൻ, ഹല്ലേലൂയ, ഉൾക്കൊണ്ടിരുന്നത്, അതുപോലത്തെ ജീവനാണ് യേശുവിലൂടെ നമ്മൾ ഈ യേശുവിനെ ഭക്ഷിക്കുമ്പോൾ നമ്മിൽ വരുന്ന ജീവൻ എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവമക്കൾ, ഇത് വേറെ ആർക്കും കിട്ടത്തില്ല. എത്ര ഉരുണ്ട് അല്ലെ പള്ളിയിൽ കയറിയാലും കിട്ടുന്ന കാര്യമല്ല ഇത്. സ്തോത്രം. ഇത് ഹല്ലേലൂയ അവനെ അറിഞ്ഞ്, അവനെ മനസ്സിലാക്കി, അവൻ ചെയ്തത് എന്താണെന്ന് ഹല്ലേലൂയ ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നാം അതിൽ പങ്കെടുക്കുമ്പോൾ അവൻ നമ്മിൽ ജീവൻ പകരുകയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്താണ്, നിങ്ങൾ ഇത് ഭക്ഷിക്കുന്നില്ല എങ്കിൽ, ഇത് പാനം ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ മരിക്കും. എന്നാൽ നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ടെങ്കിലോ, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ നിങ്ങൾ എൻ മൂലം നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നവർ, ഹല്ലേലൂയ, യേശുവിനെ ഭക്ഷിക്കുന്നവർ, അവരുടെ ഉള്ളിൽ ഇരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് എപ്രകാരമാണോ യേശുവിൽ ജീവനിരുന്നത്, അതുപോലെയുള്ള ജീവനാണെന്ന് ഞാനും നിങ്ങളും മറക്കരുത്. അതുകൊണ്ടാണ് ഇവിടെ ഈ താൽക്കാലിക ജീവൻ ഇവിടെ പോയാലും, മൺമറഞ്ഞു പോയാലും, ഈ നമ്മിൽ യേശു പകരുന്ന ജീവൻ അത് എന്നും നിലനിൽക്കും. ഹല്ലേലൂയ. ബാക്കി എല്ലാവരും വലിയ എന്തെല്ലാം തരത്തിൽ വിശ്വസിച്ചോ എല്ലാം ഇവിടെ കിടക്കും കേട്ടോ. എന്നാൽ യേശുവിൽ വിശ്വസിച്ചവരെ, ഹല്ലേലൂയ, വേറെ ഒരാളിലും വിശ്വസിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. യേശുവിൽ മാത്രം വിശ്വസിച്ചവരുണ്ടെങ്കിൽ, ആ മാംസം ഭക്ഷിക്കുകയും ആ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവൻ ജീവിക്കും. യേശുവിൻ്റെ വാക്കുകളാണ്. ഞാനും നിങ്ങളും എത്ര പ്രഗൽഭ്യം പ്രാപിച്ചവരാണ്. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. 1 പത്രോസ് 1-18-19 വാക്യങ്ങൾ വായിച്ചാട്ടെ. വ്യർത്ഥവും പൃഥുപാരമ്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. അപ്പോൾ നമ്മെ വിടുവിച്ചിരിക്കുന്നത് അന്ന് അൺബ്ലെമിഷ്ഡ്, എ ലാംബ് വിത്തൗട്ട് ബ്ലെമിഷ്, അതായത് കുറവില്ലാത്ത, ഊനമില്ലാത്ത ഒരു ആടായിരിക്കണം എന്ന് അന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പറയുകയാണ്, നമുക്ക് വേണ്ടി യാഗമായ ഈ ആടുണ്ടല്ലോ. സ്തോത്രം. അന്ന് ആ ഭക്ഷണം കഴിച്ചവർ, ആ പാസ്ഓവറിൽ പങ്കെടുത്തവർ, അവർ ഒന്നുപോലും കുറയാതെ അവിടെ നിന്നും വിടുവിക്കപ്പെട്ടു എങ്കിൽ, അന്ന് ആടിൻ്റെ ആ രക്തം തളിച്ച കട്ടളവാതിലുകളിൽ ഒരാൾ പോലും മരിച്ചില്ല എങ്കിൽ, സ്തോത്രം, ഇന്ന് ഹല്ലേലൂയ ഈ നിർദോഷവും നിഷ്കളങ്കവുമായ ആ കുഞ്ഞാടിൻ്റെ, ദൈവം അയച്ച ഓമന പുത്രൻ്റെ ഹല്ലേലൂയ രക്തത്തിൽ ആശ്രയിച്ച്, ഹല്ലേലൂയ അവനിൽ പുതുജീവൻ പ്രാപിച്ച എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വ്യാപരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത്, എനിക്കും നിങ്ങൾക്കും ഉള്ള ഡെലിവറൻസ് എന്ന് പറയുന്നത്, അത് ഹല്ലേലൂയ 3500 വർഷം മുന്നേ അവർ അനുഭവിച്ചതിനേക്കാൾ എത്രയോ എത്രയോ ശ്രേഷ്ഠമായ അനുഭവമാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അതുകൊണ്ട് പെസഹ ഞാനും നിങ്ങളുമാണ് യഥാർത്ഥമായിട്ട് ആചരിക്കുന്നവർ, കൊണ്ടാടുന്നവർ. ഹല്ലേലൂയ.
അവർക്കന്ന് അങ്ങനെ സംഭവിച്ചു. ദൈവം പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, പല കുടുംബങ്ങൾക്ക് പല കുഞ്ഞാടുകളല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്കെല്ലാവർക്കും വേണ്ടി ഒരുവൻ, ദൈവത്തിൻ്റെ ഓമനപുത്രൻ, ഒരു തെറ്റും ചെയ്യാത്തവൻ, ഒരു ഊനമില്ലാത്തവൻ നമുക്ക് വേണ്ടി യാഗമായിട്ടുണ്ടെങ്കിൽ ആ യേശുവിൽ വിശ്വസിച്ചാൽ ഞാനും നിങ്ങളും ഹല്ലേലൂയ ജീവിക്കും. ആ ജീവൻ ഹല്ലേലൂയ മറ്റാർക്കും എടുത്തു കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ ജീവൻ നൽകി എന്നെ അവൻ്റേതാക്കിയത് കൊണ്ട് പിന്മാറിപ്പോകാൻ ഇടവരല്ലേ. ഹല്ലേലൂയ. ഒരു തരത്തിൽ പോലും സ്തോത്രം അവനുമായി വിട്ടുനിൽക്കുന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകല്ലേ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞു, ആ അൺബ്ലെമിഷ്ഡ് ആയിട്ടുള്ള ആ സ്തോത്രം കുഞ്ഞാടിനാൽ നമ്മെ വിടുവിച്ചതിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് എവിടെ നിന്നാണ് അറിയാമോ? ഒന്നുകൂടെ വായിച്ചേട്ട വാക്യം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. സ്തോത്രം. പെസഹ കുഞ്ഞാടിനെ അറുത്തപ്പോൾ അവർ അവിടെ നിന്ന് വിടുവിക്കപ്പെട്ടു. നമ്മൾ പറഞ്ഞല്ലോ, തിടുക്കത്തോടെ അരകെട്ടി കാലിൽ ചെരുപ്പിട്ട് വളരെ തിടുക്കത്തോടെ വിടുവിക്കലിന് അല്ലെങ്കിൽ ആ ഡെലിവറൻസിനെ കാണിക്കുന്ന തിടുക്കത്തോടെയാണ് അവർ അത് കഴിച്ചത്. ഇന്ന് നമ്മൾ ഈജിപ്തിലല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ നമ്മൾ ഇന്ന് അതിനേക്കാളും വലിയ കെണിയിലാണ്. ആ കെണി എന്താണെന്നറിയാമോ? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പ്. ഇതാണ് ഇന്നത്തെ ഈജിപ്ത്. വ്യർത്ഥവും പിതൃപാരമ്പര്യം. ഇനി നമ്മൾ പല അപ്പൻ ക്രിസ്ത്യാനിയാ, ഞാനും ക്രിസ്ത്യാനിയാ, ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ പലതും പറഞ്ഞുകൊണ്ട് അവർ ആരാധിക്കുന്നു, ഞാനും ആരാധിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. എന്നാൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട്, അതെല്ലാം ഒരു ഈജിപ്ത് ആകട്ടോ. സ്തോത്രം. ഒരുവൻ പുതിയ സൃഷ്ടിയായിട്ട് വരണം. അവൻ ഏത് വിഭാഗത്തിൽ ജനിച്ചാലും അവർ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായിട്ട് വന്നെങ്കിൽ മാത്രമേ ഇതിൽ പങ്കുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു എങ്ങനെ? വ്യർത്ഥവും പിതൃപാരമ്പര്യവും. ഇന്ന് എത്ര പേരുണ്ട് ഇവിടെ നമ്മൾ പുതുതായിട്ട് ഞാൻ ജീവിച്ചു എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? അവരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നുള്ള വിടുതൽ ലഭിക്കാനാണ്. ഞാൻ പാരമ്പര്യത്തിൽ വന്ന ക്രിസ്ത്യാനികളായിട്ട് ഞാനും ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞ് നടക്കാനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ ആ പാരമ്പര്യത്തിനെല്ലാം വിട്ട് ക്രിസ്തുവിൽ ഒരു പുതിയ അനുഭവമുള്ളവർക്കായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. സ്തോത്രം. ഇവിടെ പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവും നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, അതിനേക്കാൾ എത്രയോ വിലയേറിയതാണ്. എത്രയോ വിലയേറിയത് നിഷ്കളങ്കവും നിർദോഷവുമുള്ള ആ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറയുകയാണ്. സ്തോത്രം. നമ്മുടെ അടിമത്വം എന്താണ്? സ്ലേവറി, സിൻ, ദ വേൾഡ്. ഹല്ലേലൂയ. ഈ പിതൃപാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടേതെന്ന് തോന്നുന്നതെല്ലാം അതെല്ലാം ഒരു അടിമത്തത്തിൽ നമ്മെ പിടിച്ചു നിർത്തിയിരിക്കുക. എന്നാൽ അതിൽ നല്ലൊരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അതുപോലെ തന്നെ മരണത്തിൽ നിന്ന് യേശു പറഞ്ഞു, എന്നെ ഭക്ഷിക്കുന്നവൻ ജീവിക്കും. മരണത്തിൽ നമുക്ക് വിടുതൽ കാണും. ഇത് ഇന്ന് നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ പൊരുൾ, അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇന്ന് കാണുന്നു. എന്നാൽ 3500 വർഷങ്ങൾക്ക് മുന്നമേ, 3500 years back, it was a shadow. But it has happened exactly how God told them. അങ്ങനെയെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും എൻ്റെയും നിങ്ങളുടെയും വിടുതൽ എന്ന് പറയുന്നത് വിടുതൽ തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വ്യാപരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് അത് നിത്യജീവൻ തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഇതിനെയാണ് ദൈവം എന്ത് ചെയ്തത്? ഒരു കോവണൻ്റ് ആക്കി മാറ്റിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കോവണൻ്റ് ആക്കി മാറ്റി. എങ്ങനെ? അതിൻ്റെ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. യഹോവ നിന്നോടും നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ നിന്നെ കനാന്യരുടെ ദേശത്ത് കൊണ്ടുചെന്ന് അത് നിനക്ക് തരുമ്പോൾ കടിഞ്ഞൂലിനെ ഒക്കെയും നിനക്കുള്ള മൃഗങ്ങളുടെ കടിഞ്ഞൂൽ പിറവിയെ ഒക്കെയും നീ യഹോവയ്ക്കായി വേർതിരിക്കണം. ആണൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ഒക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടെടുക്കണം. അതിനെ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്തൊടിച്ച് കളയണം. നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെ ഒക്കെയും നീ വീണ്ടുകൊള്ളണം. എന്നാൽ ഇത് എന്ത് എന്ന് നിങ്ങൾ നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ യഹോവ ബലമുള്ള കൈകൊണ്ട് അടിമ വീടായ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു. ഫറവോൻ കഠിനപ്പെട്ടു ഞങ്ങളെ വിട്ടയക്കാതിരുന്നപ്പോൾ യഹോവ മിസ്രയീം ദേശത്ത് മനുഷ്യൻ്റെ കടിഞ്ഞൂൽ മുതൽ മൃഗത്തിൻ്റെ കടിഞ്ഞൂൽ വരെ കടിഞ്ഞൂൽ പിറവിയെ ഒക്കെയും കൊന്നുകളഞ്ഞു. അതുകൊണ്ട് കടിഞ്ഞൂല്
കടിഞ്ഞൂലായ ആണിനെ ഒക്കെയും ഞാൻ യഹോവയ്ക്ക് യാഗം അർപ്പിക്കുന്നു. എന്നാൽ എൻ്റെ മക്കളിൽ കടിഞ്ഞൂലിനെ ഒക്കെയും ഞാൻ വീണ്ടുകൊള്ളുന്നു. ഇത് നിന്റെ കയ്യാൽ അടയാളമായും നിന്റെ കണ്ണിൻ്റെ നടുവിൽ നെറ്റിപ്പട്ടമായും ഇരിക്കണം. യഹോവ ഞങ്ങളെ ബലമുള്ള കൈകൊണ്ട് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്ന് നീ അവരോട് പറയണം. നോക്കണമേ, ഇതൊരു ഉടമ്പടിയായിട്ട് ദൈവം അവർക്ക് കൊടുക്കുകയാണ്. സ്തോത്രം. അതായത് തലമുറകളായിട്ട് അവർ ഇത് ആചരിക്കണം. അവർ ചോദിക്കും ഇതെന്താണെന്ന്. അപ്പോൾ പറയണം, ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു, ആ വിടുവിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഇത് എന്ന് പറഞ്ഞ് തലമുറകളായിട്ട് നിത്യ നിയമമാക്കി ദൈവം അത് വെച്ചു. സ്തോത്രം. ഈ നിയമം ആണ് പിന്നീട്, സ്തോത്രം, ഇവിടെ പറയുന്നു ആദ്യജാതൻ എങ്ങനെ അവരെ ആ മിസ്രയീം ദേശത്തിലുള്ള എല്ലാ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെയും മനുഷ്യനെയും കൊന്നൊടുക്കിയപ്പോൾ നിങ്ങളെ ദൈവം സൂക്ഷിച്ചതിൻ്റെ പ്രതീകമായിട്ട് ആദ്യജാതന്മാരെ എനിക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കണം. സ്തോത്രം. പിന്നീട് ആ പഴയ ദൈവം ഉടമ്പടിയാണ് പിന്നീട് യേശു അത് ഏറ്റെടുക്കുന്നത്. ദൈവം പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിച്ചാട്ടെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം. അവൻ ഹല്ലേലൂയ ഏകജാതനെ നമുക്ക് നൽകി. സ്തോത്രം. ആമേൻ. കഴിഞ്ഞ രാത്രിയിലെ കർത്താവിന്റെ ദാസൻ പറഞ്ഞു അല്ലേ, അവൻ ഏകജാതനായിരുന്നു, എന്നാൽ നാം എല്ലാവരും കൂടെ ചേർന്നപ്പോൾ ഹി ബിക്കെയിം ആദ്യജാതനായി. കാരണം 2, 3, 4 എന്ന് പറയാൻ ഞാനും നിങ്ങളൊക്കെ കൂട്ടത്തിൽ വന്നതുകൊണ്ട് ആദ്യജാതനായി മാറി. അപ്പോൾ ഹല്ലേലൂയ, അവൻ ഏകജാതനായിരുന്നു, അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഹല്ലേലൂയ. അത് തലമുറകളായിട്ട് 1500 വർഷം കൊണ്ട് വന്ന് അവസാനം പെസഹ വന്നപ്പോൾ യേശു അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. സ്തോത്രം. ഒരു സാക്രിഫൈസ്, വൺ ലാംപ് ഫോർ ദ ഹോൾ ഹ്യൂമൻ ബീയിങ്. എല്ലാവർക്കും വേണ്ടി ഒരു യാഗം നടത്തപ്പെട്ടു. സ്തോത്രം. 1 കൊരിന്ത്യർ, അതുകൊണ്ടാണ് ആ യാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്ത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. സ്തോത്രം. ആ പെസഹ വീണ്ടും അവർ കൊണ്ടാടുകയാണ്. അവിടെ യേശു തന്നെ ആ യാഗവസ്തുവായിട്ട് സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ അപ്പസ്തോലനായിരുന്ന പൗലോസ് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയാണ്. സ്തോത്രം. ഈ സ്തോത്രം ചൊല്ലി നുറുക്കി നിങ്ങൾക്ക് വേണ്ടി ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാണത്? ഈ പെസഹ അവർ ആചരിക്കുമ്പോൾ പറയുന്നതാണ്. 1500 വർഷം തലമുറയായിട്ട് അവർ പെസഹ ആചരിച്ചു വന്നു. ഇവിടെ ഒരു പെസഹ ആചരിക്കുകയാണ് യേശുക്രിസ്തുവും ശിഷ്യന്മാരും എല്ലാം കൂടെ ചേർന്നുകൊണ്ട്. അന്നേരം അവൻ പറയുകയാണ്, അതുവരെ ഉണ്ടായിരുന്ന ആ യാഗമൃഗത്തെ മാറ്റിയിട്ട് ഒരു പുതിയ യാഗമൃഗം ഹല്ലേലൂയ സകല മനുഷ്യർക്കും വേണ്ടി അവിടെ യാഗമാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം. അന്ന് മുതൽ അവനത് ഒരു പുതിയ നിയമമാക്കി. അതുവരെ ഉണ്ടായിരുന്ന പഴയ നിയമം ഹല്ലേലൂയ അത് തലമുറയായിട്ട് ആദ്യജാതനെ കൊടുത്ത് ആചരിച്ചു വന്നിരിക്കുന്ന ആ നിയമത്തെ അവിടെ കട്ട് ചെയ്ത് അന്നു മുതൽ അവനൊരു പുതിയ നിയമം അവൻ തന്നു. അതാണ് ഇന്നും നാം കൊണ്ടാടുന്ന കർത്തൃമേശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ പുതിയ നിയമത്തിൽ അവൻ്റെ രക്തവും അവൻ്റെ മാംസവും നാം ഭക്ഷിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ജീവനുണ്ട്, വിടുതലുണ്ട്. സ്തോത്രം. ഇവിടെ അപ്പസ്തോലന്മാർ അതുകൊണ്ട് എന്തു ചെയ്തെന്നറിയാമോ? ഈ അന്ന് തലമുറകൾ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലാണ് അവർ പാസ് ഓവർ അവർ ആഘോഷിച്ചു കൊണ്ടിരുന്നത്. എന്നാലേ അപ്പസ്തോലന്മാർ ഇത് കേട്ടപ്പോൾ ഈ കർത്തൃമേശ അവർ അപ്പം നുറുക്കുന്നത് എപ്പോഴാണ്? അവർ കൂടി വരുമ്പോൾ. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം അതിന് 42-ാമത്തെ വാക്യം. അവൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും. അപ്പം നുറുക്കിയും പ്രാർത്ഥന എങ്ങനെയാണോ കഴിക്കുന്നത്, അവരെങ്ങനെയാണോ കൂടി വരുന്നത്, അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്തു? ഈ അപ്പം നുറുക്കുകയും അവർ ചെയ്തു. സ്തോത്രം. അവർക്ക് ഒരു വർഷം വരെ കാത്തിരിക്കുന്നതല്ല. കാരണം ഒരു യാഗം നടന്നു. ഹല്ലേലൂയ. ഒരു ആട്ടിൻകുട്ടി നമുക്ക് വേണ്ടി യാഗമായി. അതുകൊണ്ട് ആ നിയമം മാറ്റി ഒരു പുതിയ നിയമമായിട്ട് അവൻ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചു. സ്തോത്രം.
ഇനി ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി എങ്ങനെയാണ് യാഗമാകുന്നത്, രൂപപ്പെടുന്നത്, പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. വായിച്ചാട്ടെ, യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 49 തുടങ്ങിയുള്ള വാക്യങ്ങൾ. അവരിൽ ഒരുത്തൻ, ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യാഫാവ് തന്നെ, അവരോട്, നിങ്ങൾ ഒന്നും അറിയുന്നില്ല, ജനം മുഴുവനും നശിച്ചു പോകത്തക്കവണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അവൻ ഇതു സ്വന്തമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. ചതി അറിയാതെ ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഇവിടെ പറയുകയാണ്, യേശു ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം ഉണ്ടായ ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്ത് എല്ലാവരും ഇവനിങ്ങനെ പോയി കഴിഞ്ഞാൽ, വിട്ടേച്ച് പോയി കഴിഞ്ഞാൽ ഇവൻ എല്ലാവരെയും ഇളക്കും, എല്ലാവരും അവൻ്റെ കൂടെ കൂടും, ഇവന് നമുക്ക് വകവരുത്തണം എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യപ്പ അവിടെ പറഞ്ഞ വാക്ക്, പ്രവചിച്ചു പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അതായത് അവൻ ജനത്തിനും വേണ്ടി, സകല ജാതിക്കും വേണ്ടി ഒരു മരിക്കും നന്നു എന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലയോ എന്ന് ആ മഹാപുരോഹിതൻ പറയുകയാണ്. ഇനി അതിൻ്റെ 53 വാക്യങ്ങൾ പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്: അന്ന് മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അതായത് എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, എങ്ങനെയാണ് ഈ പെസഹ കുഞ്ഞാട് പിന്നീട് മാറി നമ്മുടെ യേശുവായി തീർന്നത്? സ്തോത്രം. ആ ഒരു യാഗം അത് സകല മനുഷ്യർക്കും വേണ്ടി എങ്ങനെയാണ് അർപ്പിക്കപ്പെട്ടത്, എങ്ങനെയാണ് ആ പെസഹ ഹല്ലേലൂയ നമ്മുടെ കർത്തൃമേശയായി തീർന്നത് എന്നതിനെ ഒന്നുകൂടെ വിസ്തരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ ഹല്ലേലൂയ അത് വായിച്ചാട്ട് അതിൻ്റെ 54-55 വാക്യങ്ങൾ. അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടെ വിട്ട് മരുഭൂമിക്കരികെ എഫ്രൈം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. അന്നു മുതൽ അവനെ കൊല്ലുവാൻ എന്ത് ചെയ്തു? അവർ വട്ടം കൂട്ടി. അപ്പോൾ യേശു എന്ത് ചെയ്തു? അന്നല്ല എനിക്ക് മരിക്കേണ്ടത്. എനിക്ക് മരിക്കേണ്ടത് എന്നാണ് പെസഹ ദിവസം എനിക്ക് മരിക്കണം. ഞാൻ പെസഹ കുഞ്ഞാടാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ അവരുടെ ഇടയിൽ നിൽക്കാതെ അവൻ മാറിപ്പോയി. സ്തോത്രം. അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടെ വിട്ട് മരുഭൂമിക്ക് അരികെ എഫ്രൈം എന്ന പട്ടണത്തിൽ ശിഷ്യന്മാരോട് കൂടെ പോയി പാർത്തു. ഇനി അടുത്ത വാക്യം. യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കയാൽ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് യെരൂശലേമിലേക്ക് പോയി. സ്തോത്രം. അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നടക്കുന്നത്? യേശുവിനെ കൊല്ലുവാനായിട്ട് അവർ ചട്ടം കൂട്ടുന്നു. അപ്പോൾ യേശു അവിടുന്ന് മാറി താമസിക്കുന്നു. എന്നാൽ ചിലർ തങ്ങളെ ശുദ്ധി വരുത്തുവാനായിട്ട് അവർ പല രാജ്യങ്ങളിൽ നിന്ന് യെരൂശലേമിൽ കടന്നു വരുന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നു. ആ സമയത്ത് നമുക്ക് വേണ്ടിയുള്ള പെസഹ കുഞ്ഞാട് ഒരുക്കപ്പെടുകയാണ്. അടുത്ത സംഭവം എന്താണ് നടന്നത്? അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയിലേക്ക് യേശു പെസഹായ്ക്ക് 6 ദിവസം മുൻപേ വന്നു. അവിടെ അവന് ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസതൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. അപ്പോൾ അവിടെ ആ മറിയ എന്ത് ചെയ്തു? വലിയ ആ തൈലം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിക്കുകയാണ്. സ്തോത്രം. ഇത് കണ്ട് എന്താണെന്ന് അവിടെ യേശു പിന്നീട് പറയുന്നുണ്ട്. അടുത്ത വാക്യം ഞാൻ പെട്ടെന്ന് വായിക്കാം. യേശുവോ അവളെ വിടുക. പലരും പറഞ്ഞു, യൂദാസൊക്കെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഈ പൈസ എടുത്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു എങ്ങനെയാണ്? യേശുവോ അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ആ ആട്ടിൻകുട്ടി അഭിഷേകം ചെയ്യപ്പെടുകയാണ്. നമുക്ക് വേണ്ടി യാഗമാകേണ്ടുന്ന യേശു അവിടെ ഒരുക്കപ്പെടുകയാണ്. അടുത്ത സംഭവം, ദ ഗ്ലോറിയസ് എൻട്രി ടു ജെറുസലേം. അതുവരെയും പല പ്രാവശ്യം യേശു അവിടെ വന്നതാണ്. എന്നാൽ ഇപ്രാവശ്യം യേശു വരുന്നത് അങ്ങനെയല്ല. ഒരു കഴുതപ്പുറത്ത് അവൻ ഹല്ലേലൂയ അവൻ രാജാവായിട്ട് അവൻ കടന്നു വരികയാണ്. കാരണം അവൻ ഇപ്പോൾ വരുന്നത് ഒരു പെസഹ കുഞ്ഞാടായിട്ടാണ്. സ്തോത്രം.
വായിച്ചാട്ടെ യോഹന്നാന്റെ സുവിശേഷം 12:13 വാക്യങ്ങൾ. പിറ്റേന്ന് പെരുന്നാൾക്ക് വരുന്നൊരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. ഹല്ലേലൂയ. ആ സമയം അവൻ അപ്രകാരം ചെയ്യണമായിരുന്നു. കാരണം അവൻ ഹല്ലേലൂയ ആ പണ്ട് ഇസ്രായേൽ ജനം അറുത്ത ആ പെസഹ കുഞ്ഞാടിനെ ഇന്ന് അവൻ മാറ്റി നമുക്ക് വേണ്ടി, ലോകത്തിൻ്റെ മുഴുവൻ മാനവരാശിക്ക് മുഴുവനും വേണ്ടി അവൻ അറുക്കപ്പെടുന്ന ആ കുഞ്ഞാടായിട്ട് അവൻ മാറുകയാണ്. സ്തോത്രം. അതോടൊപ്പം തന്നെ അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 27 അതുപോലെ തന്നെ 28 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. സ്തോത്രം. അതിൻ്റെ അവസാന വാക്കുകളാണ്. അപ്പോൾ യേശു അവിടെ പറയുകയാണ് എന്നെ ഈ നാഴികയിൽ നീ കർത്താവ് കൃത്യസമയത്ത് അറുക്കപ്പെടേണ്ടുന്ന ആ സമയത്ത് തന്നെ യേശു നമുക്ക് വേണ്ടി യാഗമാകാൻ പോവുകയാണ്. അത് കേട്ടപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് അവിടെ പിതാവ് അപ്രൂവൽ കൊടുക്കുകയാണ്. പിതാവ് എന്തു പറഞ്ഞു? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദം ഉണ്ടായി സ്വർഗത്തിൽ നിന്ന്. ഹല്ലേലൂയ. ആ യേശുവാണ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. അന്ന് നടന്ന അതേ പാസ് ഓവർ ഇന്ന് നമ്മൾ എന്തു വേണം? നമ്മൾ അത് ആഘോഷിക്കേണ്ടത് കടമയാണ്. എന്നാൽ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. ആ വാക്യം എന്താണെന്നറിയാമോ? സ്തോത്രം. നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 55 നമ്മൾ നേരത്തെ വായിച്ചു വിട്ടതാണ്. വായിച്ചാട്ട് ഒരിക്കൽ കൂടെ. യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കാൻ പലർ തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുൻപേ നാട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. നോക്കണം, പെസഹ അടുത്തപ്പോൾ യഹൂദന്മാർ അവർക്കറിയാം പെസഹായും തങ്ങളുടെ ശുദ്ധീകരണവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? പെസഹ എന്ന് വെച്ചാൽ അവർക്കറിയാം ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കേണ്ടുന്ന സമയമാണ്. അതുകൊണ്ട് അവർ നമുക്ക് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിലായവർ ശോധന ചെയ്തു, അല്ലാത്തവർ വിട്ടു. അങ്ങനത്തെ ശോധനയല്ല ഇവിടെ കാണുന്നത് കേട്ടോ. ഹല്ലേലൂയ. പെസഹ എന്ന് പറയുമ്പോൾ തങ്ങളുടെ രാജ്യങ്ങളെ വിട്ട് അവർ യെരുശലേമിലേക്ക് വരും. എന്തിനു വേണ്ടിയാ? അവർ നേരത്തെ വരും. എന്തിനു വേണ്ടിയാ? അവിടെ പറഞ്ഞിരിക്കുന്നത് തങ്ങളെ തന്നെ ശുദ്ധി വരുത്തുവാൻ വേണ്ടി. ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു ആട്ടിൻകുട്ടി കൊന്ന് അല്ലെങ്കിൽ ആട്ടിൻകുട്ടി രക്തത്താൽ വിടുതൽ പ്രാപിച്ച ജനത്തിന് വിശുദ്ധിയെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു എങ്കിൽ, അവർക്ക് അതേക്കുറിച്ച് ഹല്ലേലൂയ വിചാരമുണ്ടായിരുന്നു എങ്കിൽ, ഏകപുത്രനെ, ഓമന പുത്രനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ഹല്ലേലൂയ യാഗമായി തീർന്ന ആ യാഗത്തിൻ്റെ ഹല്ലേലൂയ അടുത്തേക്ക് ഞാനും നിങ്ങളും വരുമ്പോൾ എത്രമാത്രം ശുദ്ധീകരണം പ്രാപിച്ചവരായിട്ടായിരിക്കണം ഞാനും നിങ്ങളും അടുത്തു വരേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ചുമ്മാ വിചാരിച്ചു വന്നു, ഞാൻ സ്നാനപ്പെട്ടിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ നമുക്ക് അങ്ങ് എടുത്തു കളയാം എന്ന് കരുതി ആരും ഇതിനോട് അടുത്ത് വരല്ലേ. ഹല്ലേലൂയ. വളരെ വിശുദ്ധിയോടുകൂടെ അവൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നിർമ്മലതയോടുകൂടെ അവൻ്റെ അടുക്കിലേക്ക് വരേണ്ടതാ. നമുക്ക് ഓടിക്കേറി എന്നൊന്ന് എടുത്തു കളയാം എന്ന് കരുതി എടുക്കാൻ പറ്റുന്നതല്ല. കർത്തൃമേശ എന്ന് പറയുന്നത് വളരെ വിശുദ്ധിയോടെ ഹല്ലേലൂയ അതിൽ പങ്കെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് സ്തോത്രം ഹല്ലേലൂയ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ നമ്മുടെ കുറിവാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞത്, ഹല്ലേലൂയ, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അടുത്ത വാക്യം പറയുന്നു, ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആ ഉത്സവം ആചരിക്കാനാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പെസഹ കൊണ്ടാടുവാനാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ യഹൂദ ജനം അവർ ശുദ്ധീകരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവർ തങ്ങളുടെ രാജ്യങ്ങളെ വിട്ട് യെരുശലേമിലേക്ക് വിശുദ്ധി വരുത്തുവാൻ നേരത്തെ തന്നെ വന്നു എങ്കിൽ, ഹല്ലേലൂയ, ദൈവമക്കളെ, കർത്തൃമേശയ്ക്ക് അടുത്ത് വരുന്ന ഞാനും നിങ്ങളും ഒരു ഹല്ലേലൂയ
കർത്താവ് അപ്രൂവ് ചെയ്ത, ദൈവം അപ്രൂവ് ചെയ്ത, സ്വർഗം അപ്രൂവ് ചെയ്ത ആ കുഞ്ഞാടിൻ്റെ യാഗം ഹല്ലേലൂയ ഓർക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നു. വളരെ വിശുദ്ധിയോടെ നമുക്ക് ജീവൻ നൽകുന്ന ഹല്ലേലൂയ, പാപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ആ പെസഹയുടെ അടുക്കിലേക്ക് ഞാനും നിങ്ങളും വന്നിരിക്കുന്നു. വളരെ ഹല്ലേലൂയ ശോധന ചെയ്തുകൊണ്ട് നമുക്ക് കടന്നു വരാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ കർത്തൃമേശ ശുശ്രൂഷ നമുക്ക് വേണ്ടി നടത്തും. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. കർത്താവിൻ്റെ ദാസനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ.